സ്ക്രീനിൽ കാണുന്ന ആൾ നമുക്ക് മിക്ക ആൾക്കാർക്കും ന്യൂസിൽ കൂടെ പരിചയമുണ്ടാവും. ബഷർ അൽ അസദ്. ആൾ സിറിയയുടെ പ്രസിഡൻ്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ. ആളുടെ ഫാദർ അതിന് മുന്നേ പ്രസിഡൻ്റ് ആയിരുന്നു. അവരുടെ അസദ് ഫാമിലി 50 വർഷമായിട്ട് സിറിയ ഭരിക്കുന്ന ഫാമിലിയാണ്. അപ്പോൾ ഇവരെ പറ്റി പറയാൻ കാര്യം, ഇവർ ബിലോങ് ചെയ്യുന്ന ഒരു ഒരു റിലീജിയസ് ഗ്രൂപ്പുണ്ട്. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ്. അതിനാണ് അലവൈറ്റ്സ് എന്ന് പറയുക. അവർ അലവൈറ്റ്സിൽ തന്നെ ഏറ്റവും ഫേമസ് ഫേസ് എന്ന് പറയുമ്പോൾ ബഷർ അൽ അസദാണ് ആസ് ഓഫ് നൗ. അപ്പോൾ അലവൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു റിലീജിയസ് ഗ്രൂപ്പാണ്. ചിലർ പറയും അതൊരു സെപ്പറേറ്റ് റിലീജിയൻ തന്നെയാണ്. ചിലർ പറയും അത് ഷിയ ഇസ്ലാമിൻ്റെ ഒരു ഒരു ബ്രാഞ്ചിങ് ഓഫ് ആണെന്ന് പറയും. ബേസിക്കലി ഇതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, ഇവർ 9th സെഞ്ച്വറിയിൽ 12 ഇമാമുണ്ട്. ഈ ആക്ച്വലി ഇസ്ലാമിൽ തന്നെ സുന്നിയുണ്ട്, ഷിയ ഉണ്ട്. ഇത് രണ്ടുമാണ് ബേസിക് മേജർ 2 ബ്രാഞ്ചസ്. ഇതിൽ തന്നെ വീണ്ടും കുറേ സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പം ഈ 12 ഷിയ എന്നുള്ള ബ്രാഞ്ചുണ്ട്. പിന്നെ സെയ്ദി, മറ്റേ ഹൂത്തി റെബൽസൊക്കെ ഇല്ല, അവർ സെയ്ദി ഷിയാസാണ്. അപ്പോൾ ഈ സെയ്ദി ഷിയാസും സുന്നീസും ഓൾമോസ്റ്റ് വളരെ ക്ലോസ് ആണ്. ഇൻഫാക്റ്റ് ചിലർ പറയുന്നത് ഇവർ സുന്നിയാണ് മോർ. അതായത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം സുന്നീസ് പറയും അവർ ഷിയാസാണ്, ഷിയാസ് പറയും അവർ സുന്നീസാണ്. അപ്പോൾ അവർ ആ ഒരു ഡിഫിക്കൽട്ടി നിൽക്കുന്നത്. പക്ഷേ അവർ മോർ പ്രാക്ടീസസ് വൈസ് മോർ ഓഫ് ടുവേർഡ്സ് സുന്നിയാണ്, ദോ ദേ ആർ ക്ലാസിഫൈഡ് ആസ് ഷിയ. അപ്പോൾ ഈ അലവൈറ്റ്സ് എന്ന് പറയുമ്പോൾ അവർ ഓൾമോസ്റ്റ് എല്ലാ സുന്നി സ്കോളേഴ്സും അവരെ നോൺ മുസ്ലിംസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഷിയ മീൻസ് സ്കോളേഴ്സും ഈ അടുത്ത കാലം വരെ അവരെ നോൺ മുസ്ലിംസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ 1970 ഒരു മൂസ അൽ സദർ എന്ന് പറഞ്ഞിട്ട് ഒരു 12 ഷിയ, അവർ പുള്ളിക്കാരൻ പറഞ്ഞു ഇവർ ഷിയ ഇസ്ലാമിൻ്റെ ഒരു ബ്രാഞ്ചാണ്, അവർ മുസ്ലിംസ് തന്നെയാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ 12 ഷിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇറാനിലുള്ള ഷിയായിസമാണ് 12 ഷിയ. അപ്പോൾ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, ഇവർ ഈ 12 ഷിയയിൽ തന്നെ 9th സെഞ്ച്വറി ആയപ്പോഴത്തേക്ക് അവർക്ക് 12 ഷിയയിൽ 12 ഇമാംസ് ഉണ്ട്. അതിൽ 11 പേര് ഓൾറെഡി വന്നു, 12ാമത്തെ ആൾ മീൻസ് എവിടെയോ ഒളിഞ്ഞിരിക്കുകയാണ്, അങ്ങനെയാണ് അവരുടെ വിശ്വാസം. അതിൽ ഈ 10ാമത്തെ അവരുടെ ഇമാം എന്ന് അവർ പറയുന്നത്, 10ാമത്തെ ഇമാമും 11ാമത്തെ ഇമാമും ഉണ്ട്. അപ്പോൾ അലി അൽ ഹാദി എന്നാണ് 10ാമത്തെ ഇമാമിൻ്റെ പേര്. 12ാമത്തെ ഇമാമിൻ്റെ പേര് ഹസൻ അൽ അസ്കറി. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും സ്റ്റുഡൻ്റ് ആയിരുന്ന ഒരാളുണ്ട്, മുഹമ്മദ് നുസൈർ എന്ന് പറഞ്ഞിട്ട്, മുഹമ്മദ് ബിൻ നുസൈർ. അപ്പോൾ ആ ആളാണ് ഈ അലവൈറ്റ് എന്ന റിലീജിയൻ കൊണ്ടുവന്നത്. റിലീജിയൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് വിത്തിൻ ഷിയ ആസ് ഓഫ് നൗ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പറയാം. പക്ഷെ പണ്ട് അതൊരു വേറൊരു ഗ്രൂപ്പാണ്. ഈവൻ അവർ തന്നെ ഇസ്ലാമിൻ്റെ ഭാഗമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കുറച്ച് പേര് പറയുന്നുണ്ട് ഇവർ ഇസ്ലാമിൻ്റെ ഭാഗമാണ്. കാരണം ഇതിനൊരുപാട് പൊളിറ്റിക്കൽ അണ്ടർടോൺസ് ഉണ്ടല്ലോ. അപ്പോൾ ബേസിക്കലി ഈ നുസൈർ എന്ന് പറഞ്ഞ ആൾ 9th സെഞ്ച്വറിയിൽ പറഞ്ഞു ഇങ്ങനൊരു റിലീജിയനുണ്ട്. അതായത് പുള്ളി കൊണ്ടുവന്ന റിലീജിയനിൽ ഇവരുടെ ഡിവൈനിറ്റിയൊക്കെ കൊടുത്തു, അവരുടെ ഇമാംസിന് ഡിവൈനിറ്റിയെ കൊടുത്തു. അതായത് ഈ 11th ഇമാമില്ലേ. പക്ഷേ ഇത് അവരുടെ ഈ ഷിയ ഇമാം തന്നെ അതിനെ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇവരെ തന്നെ ഷിയാസ് അന്ന് ഒരു എക്സ്ട്രീം ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇവരുടെ വിശ്വാസങ്ങൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ വിശ്വാസം, ഇവർ ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ട്. ഇവരുടെ വിശ്വാസം ആക്ച്വലി ഒരു മിക്സാണ്, മിക്സ് ഓഫ് അവിടുത്തെ ലോക്കൽ റിലീജിയൻസ്, സിറിയ, ലെബനോൺ ആ ഏരിയയിലുണ്ടായിരുന്ന പണ്ടത്തെ ലോക്കൽ ട്രഡീഷൻസും വിശ്വാസങ്ങളും, പിന്നെ ഗ്രീക്ക് കുറച്ച് വിശ്വാസങ്ങൾ, പിന്നെ ക്രിസ്ത്യാനിറ്റിയുടെ കുറച്ച് ട്രഡീഷൻസ്, പിന്നെ ഇസ്ലാമിൻ്റെ കുറച്ച് ട്രഡീഷൻ, പിന്നെ നോസ്റ്റിസത്തിൻ്റെ കുറേ ട്രഡീഷൻസ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സീക്രട്ടീവ് റിലീജിയനാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും രസം എന്ന് വെച്ചാൽ, ഇത് സീക്രട്ടീവ് റിലീജിയനാണ്. മിക്ക ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല, അവർ പുറത്ത് വിടില്ല, ഇവരുടെ ബുക്സൊന്നും പബ്ലിക്കലി അവൈലബിൾ അല്ല. ഇതിൽ തന്നെ ഇവരുടെ റിലീജിയനുള്ള ആൾക്കാർക്ക് തന്നെ ഇവരുടെ റിലീജിയനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം മിക്ക ആൾക്കാർക്കും ഇതിനെപ്പറ്റി അവർ റിലീജിയന് ഐഡിയ കൊടുക്കില്ല. വളരെ കുറച്ച് സ്കോളേഴ്സിന് മാത്രമേ ഇവരുടെ റിലീജിയൻ്റെ ഈ ബുക്സുമായിട്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഐഡിയാസ് ഉള്ളൂ, അവർക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാവുന്നത് തന്നെ ഈ അടുത്ത കാലത്ത് ഒരു ലാസ്റ്റ് 100 ഇയേഴ്സിൽ വെസ്റ്റേൺ ആൾക്കാർ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവരെ പറ്റി അറിയാവുന്ന വിവരങ്ങൾ. അത് തന്നെ ഈ പറയുന്ന എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. കാരണം അൾട്ടിമേറ്റ്ലി ഒരു സീക്രട്ടീവ് റിലീജിയനാണ്. അപ്പോൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ ഈ പറയുന്ന പുറത്ത് അറിയുന്നതൊക്കെ ശരിയാണോ ഇല്ലയോ. പക്ഷേ കുറച്ച് വെസ്റ്റേൺ ആൾക്കാർ അന്ന് ആ കാലഘട്ടത്തിൽ 1920s 30s ആ സമയത്തൊക്കെ അവിടെ പോയിട്ട് ഇവരുടെ റിലീജിയൻ എന്താണെന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കി.
പിന്നെ ഇവരിൽ നിന്ന് തന്നെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത ആൾക്കാരൊക്കെ എന്ന് പറയപ്പെടുന്നു. അവരൊക്കെ ഇത് പുറത്ത് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ എന്തൊക്കെയാണ് ഇവർ ഫോളോ ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ അവരുടെ വിശ്വാസത്തിൽ ട്രിനിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ട്രിനിറ്റി എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ ട്രിനിറ്റി പോലെയല്ല. അവർക്ക് ഒരു 3 ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് മുന്നേ ഇവർ എവിടെയാണ് താമസിക്കുന്നതെന്നുള്ള. ഇവർ സിറിയയുടെ ഈ കോസ്റ്റൽ സിറിയയിലാണ് ഇവർ മെയിൻലി സെഞ്ച്വറീസായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ ഡമാസ്കസ്, പിന്നെ ഹോംസ്, ഹാമ എന്നുള്ള നഗരങ്ങളിലും വന്നു തുടങ്ങി. പക്ഷേ മെയിൻലി ഇവരുടെ മെയിൻ ഏരിയ ഇവിടെയാണ്, ഒരു കോസ്റ്റൽ സിറിയയിലാണ്. അതിൽ തന്നെ ലട്ടാക്കിയ പ്രോവിൻസിലാണ് അവരുടെ ശക്തി കേന്ദ്രം. അപ്പോൾ ബേസിക്കലി ഇവരുടെ വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ട്രിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ എന്താ പറയുക, ഇവർക്ക് ദൈവത്തിന് 3 ഫോമായിട്ടാണ് ഇവർ പറയുന്നത്. അതായത് ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു മീനിങ്, ഒരു സംഭവം, പിന്നെ ഇസ്മ, നെയിം, പിന്നെ ബാബ്, ഡോർ, ഈ 3 കൺസെപ്റ്റ് ഉണ്ട്. അതിൽ തന്നെ 7 പ്രാവശ്യം ഈ ലോകത്തിൻ്റെ എക്സിസ്റ്റൻസ് വരെ 7 പ്രാവശ്യം ആൾക്കാർ വന്നു പോയി എന്നവർ വിശ്വസിക്കുന്നു. അതായത് ഓരോ 3 എന്ന് പറയുന്ന ഓരോ ഇതിലും 3 ആൾക്കാരുണ്ടാവും. ഓരോ ഈ എന്താ പറയുക, ഒരു റീഇൻകാർണേഷനിൽ വിശ്വസിക്കുന്നുണ്ട്. അതായത് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഇവർ പറയുന്നുണ്ട് ഇവരുടെ ഇതിൽ ദൈവം ഭൂമിയിലേക്ക് വന്ന് മനുഷ്യൻ്റെ രൂപത്തിൽ വന്നു എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അത് 7 പ്രാവശ്യം വന്നു പോയി. അപ്പോൾ 7 പ്രാവശ്യം ദൈവം വരുമ്പോഴും ദൈവത്തിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യും. ദൈവത്തിൻ്റെ ആ ഒരു രൂപമാണ് അല്ലെങ്കിൽ മനുഷ്യനായിട്ട് വരുന്നതാണ് ഈ അല്ലെങ്കിൽ മീനിങ് എന്ന് പറയുന്നത്. അത് 7 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇസ്മ എന്ന് പറഞ്ഞ ഒരു പേര്, ഈ ആണ് മെയിൻ ആൾ. പക്ഷേ നമ്മൾ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എല്ലാവരെയും കാണുന്നത് ഇസ്മിനെയാണ്. അപ്പോൾ അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാസ്റ്റായിട്ട് ഇവർ പറയുന്നത് 7 പ്രാവശ്യം വന്നല്ലോ, 7ാമത്തെ ഇവർ പറയുന്നത് ഈ എന്ന് പറയുന്നത് അലി, അതായത് മുഹമ്മദ് നബിയുടെ എന്താ പറയുക കസിനും സണ്ണിലോ ആയിരുന്ന അലി ആണ് ഇവരുടെ ഇതിൽ ദൈവത്തിൻ്റെ റീഇൻകാർണേഷൻ. ഇൻഫാക്റ്റ് അവർ അലിയെ ദൈവമായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ള, അതൊക്കെയാണ് ബാക്കി ഷിയ ഇസ്ലാമിലും സുന്നി ഇസ്ലാമിലും അവരെ മുസ്ലിമായിട്ട് കൺസിഡർ ചെയ്യാത്തതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ. അപ്പോൾ അലി ദൈവത്തിൻ്റെ ഒരു എർത്തി വന്നൊരു ഒരു മാനിഫെസ്റ്റേഷനാണ്. ആ സമയത്ത് മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഇസ്മാണ്, അതായത് ആൾക്കാരെ അറിയാൻ വേണ്ടി ഈ അലിയെ പ്രൊമോട്ട് ചെയ്യാൻ വന്ന ആളെന്ന രീതിയിലാണ്. പിന്നെ ബാബ് എന്ന് പറഞ്ഞാൽ ഡോർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് സൽമാൻ അൽ ഫാരിസി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേർഷ്യൻ കൺവേർട്ട് ടു ഇസ്ലാമിനെയാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നത് 7 ടൈംസ് ഇത് വന്ന് പോയിട്ടുണ്ട്. ഇതിന് മുന്നേ ഉള്ളത് ജീസസ് ആയിരുന്നു. മുഹമ്മദിന് മുന്നേ ജീസസ്, യേശു ക്രിസ്തു. അപ്പോൾ മുഹമ്മദ് നബിക്ക് മുന്നേ യേശു ക്രിസ്തു. അപ്പോൾ ഇങ്ങനെ അവർ വിശ്വസിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു കൺസെപ്റ്റ്. പിന്നെ ഇവർ വിശ്വസിക്കുന്നത് വെച്ചാൽ അലവൈറ്റ്സ് എല്ലാവരും എന്താ പറയുക സ്റ്റാർസ് ആയിരുന്നു അല്ലെങ്കിൽ ലൈറ്റ് ആയിരുന്നു. അപ്പോൾ അവിടുന്ന് അവർ എന്താ പറയുക ഈ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് ദൈവത്തിന് ഇവർക്ക് എന്തോ ദേഷ്യം തോന്നിയിട്ട് ഇവരെ ഒരു പണിഷ് ചെയ്യാൻ വേണ്ടി എർത്തിലേക്ക് വിട്ടു. അപ്പോൾ അവർ വീണ്ടും വീണ്ടും പുനർജനിച്ചുകൊണ്ടേയിരിക്കും. അതൊരു ട്രയലായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ പുനർജനിക്കാണ്ട് തിരിച്ച് സ്വർഗത്തിലേക്ക് പോവുക. പുനർജനിച്ചുകൊണ്ടിരുന്നാൽ അതൊരു പ്രശ്നമാണ്. അപ്പം അവർ പുനർജനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കൺസെപ്റ്റാണ്. അവർക്ക് പുനർജന്മം അങ്ങനത്തെ വിശ്വാസങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് ഇതുണ്ട്, എന്താ പറയുക, ക്രിസ്മസ് അവർ ആഘോഷിക്കുന്നുണ്ട്. ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ, അതൊക്കെയുണ്ട്. പിന്നെ അല്ലാണ്ട് തന്നെ ഇവർക്ക് വേറെ ഈ നൗറോസ്, പേർഷ്യൻ ന്യൂ ഇയർ ഉണ്ടല്ലോ, നൗറോസ് ഉണ്ട്. അങ്ങനത്തെ എല്ലാം അവർ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർക്ക് സ്ട്രേഞ്ചായിട്ട് ബാക്കി മുസ്ലിംസിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് ഇവർക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഇവർക്ക് ഹജ്ജ് ഇല്ല, അവർക്ക് ആക്ച്വലി പള്ളികളില്ല. ഇവർ ഈ ഖബർ ഉണ്ടല്ലോ, ഈ മരിച്ചിട്ട് ഈ ടൂംബ്, അവിടെ ഉള്ള ഇതാണ് അവർക്ക് ആകെയുള്ളത്. അവർക്ക് പള്ളികളില്ല. അവർക്ക് നിസ്കാരം തന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രാർത്ഥന ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത് തന്നെ എങ്ങനെയാണെന്നുള്ളതിൽ കറക്റ്റ് ഒരു കൺസെപ്റ്റ് ഇല്ല. അതിനെപ്പറ്റി നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ ഇവർക്ക് എന്താ പറയുക, ഹജ്ജില്ല. അവർക്ക് റമദാൻ, അതായത് മീൻസ് ഫാസ്റ്റിംഗ് ഇല്ല, നോമ്പ് പിടിക്കില്ല. പക്ഷേ അവർക്ക് ഈദുൽ ഫിത്തറുണ്ട്. പിന്നെന്താ അവരുടെ ബാക്കി ഇപ്പോൾ മുസ്ലിംസ് ഫോളോ ചെയ്യുന്ന എന്താ ഉള്ളത്, അവർക്ക് ആൽക്കഹോള് അലൗഡാണ്. ഇൻഫാക്റ്റ് അവർ ഈ മാസിലെ ക്രിസ്ത്യൻസ് മാസ് ഹോൾഡ് ചെയ്യുന്നില്ല, ഇവർ മാസ് ഹോൾഡ് ചെയ്യുമ്പോൾ ബ്രെഡും വൈനും കുടിക്കും. അപ്പോൾ വൈൻ അവർ വിശ്വസിക്കുന്ന അലിയുടെ ഫ്ലഷാണോ റീഇൻകാർണേഷനാണോ അങ്ങനെ എന്തോ ആണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു കൺസെപ്റ്റ് ഓഫ് ഇതും വന്നിട്ടുണ്ട്.
അങ്ങനെ കുറേ വിശ്വാസങ്ങളുള്ളതുകൊണ്ടാണ് ഇവരെ പല ആൾക്കാരും മുസ്ലിംസായിട്ട് കൺസിഡർ ചെയ്യാത്തത്. ഇൻഫാക്റ്റ് അവർ തന്നെ അവരെ മുസ്ലിംസായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ഇബ്ന് ബത്തൂട്ട എന്നൊരു ട്രാവലർ ഉണ്ടല്ലോ, 14th സെഞ്ച്വറി ട്രാവലർ. പുള്ളിക്കാരൻ വേറെ കാര്യം വെച്ചാൽ ഇവർക്ക് ഇവരുടെ ഈ ഒരു വിശ്വാസങ്ങൾ കാരണം ഇപ്പോൾ ആരൊക്കെ ആ ഏരിയയിൽ റൂൾ ചെയ്തിരുന്നോ അവരൊക്കെ ഇവരെ ഒപ്രസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഓട്ടമൻസ് അടുത്ത കാലം വരെ, പിന്നെ അതിന് മുന്നേ മാംലുക്സ്, പിന്നെ അബ്ബാസിഡ്സ്, അവരെല്ലാവരും ഇവരെ സപ്രസ് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ അവർക്ക് അടിച്ചമർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മാംലുക്സ് എന്ന് പറഞ്ഞ ഒരു രാജവംശം, അവരാണെങ്കിൽ ഇവരെ എന്താ പറയുക, മുസ്ലിംസ് ആക്കാൻ ട്രൈ ചെയ്തു, കൺവേർട്ട് ചെയ്യാൻ ട്രൈ ചെയ്തു. പിന്നെ ഇവർക്ക് പള്ളികൾ വെക്കാൻ നോക്കി. ഇപ്പോൾ ഇവർ കൊണ്ട് കണ്ടോ, എല്ലായിടത്തും പള്ളികളുണ്ടാക്കി, ഇവരുടെ എല്ലാ വില്ലേജിലും സെറ്റിൽമെൻറ്റ്സിലും പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇബ്ന് ബത്തൂട്ട എന്നുള്ള ട്രാവലർ, വേൾഡ് ഫേമസ് ട്രാവലർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ അതിലേക്കൂടെ ട്രാവൽ ചെയ്തപ്പോൾ ഇവർ ഡിസ്ക്രൈബ് ചെയ്തത് എന്തായിരുന്നു, എല്ലാ വില്ലേജിലും ഇവർ മോസ്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അവരുടെ അന്നത്തെ റൂൾ ചെയ്തിരുന്ന മാംലുക്ക് എംപറർ പറഞ്ഞു, അല്ലെങ്കിൽ മാംലുക്ക് കിങ് പറഞ്ഞു. അപ്പോൾ രസം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ അവിടെ ഇബ്നു ബത്തൂട്ട അവിടെ പോയപ്പോൾ കാണുന്നത് വെച്ചാൽ ആരും പള്ളിയിൽ പോകുന്നില്ല. ഈ പള്ളി ഉണ്ടെങ്കിൽ തന്നെ ഇത് ഏതെങ്കിലും ദൂരെയുള്ള സ്ഥലത്തായിരിക്കും, ഇവർ താമസിക്കുന്നതിൻ്റെ അടുത്തായിരിക്കില്ല. അത് തന്നെ പള്ളിയിൽ പുള്ളി നോക്കിയപ്പോൾ എല്ലാവരും ഷെഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പശു അങ്ങനത്തേനെയൊക്കെ കെട്ടിയിടാൻ വേണ്ടി തൊഴുത്തായിട്ടാണ് പള്ളി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇബ്നു ബത്തൂട്ട പറയുന്ന ഏതെങ്കിലും ഒരു ട്രാവലർ അതിലേക്ക് കൂടെ ഇവരെ പറ്റി അറിയാത്ത ആൾക്കാർ പള്ളി കണ്ട് വന്ന് ബാങ്കും എല്ലാം കൊടുത്താൽ ഇവർ ഇങ്ങനെ കളിയാക്കും. നിങ്ങളിങ്ങനെ എന്താ പറയുക, സ്റ്റോപ്പ് ബ്രേയിങ്, അതായത് ഇപ്പോൾ നമ്മുടെ ഈ കഴുതയെ പോലെ ഒച്ച ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഭക്ഷണം തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആക്ച്വലി അവരുടെ ഫോളോ ഇങ്ങനെ ആയതുകൊണ്ട് ഇവരെ മുസ്ലിംസായിട്ട് ആരും കൺസിഡർ ചെയ്യുന്നില്ല. ഇതാണ് ഇവരുടെ ഹിസ്റ്ററി. ഇവർ ഒരുപാട് സപ്രസ് ചെയ്തിട്ടുണ്ട്, ഇവർ ഒരുപാട് ഒപ്രസ് ചെയ്തിട്ടുണ്ട്. ഈ ഓട്ടമൻസൊക്കെ വന്നപ്പോൾ ഇവരുടെ സ്ഥലമൊക്കെ പിടിച്ചെടുത്ത് ഇവർ ജസ്റ്റ് പെസൻസ് ആയിട്ട് മാറി, അതായത് കൃഷി ചെയ്യുന്ന പണിക്കാരായിട്ട് മാത്രം മാറി. പക്ഷേ ഇവർക്കൊരു നല്ല സമയം വന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ 1920s ഈ ഫ്രഞ്ച് ആൾക്കാർ വന്നു. ഫ്രഞ്ച് റൂൾ വന്നപ്പോഴത്തേക്ക് ഫ്രഞ്ച് മാൻഡേറ്റ് വന്നപ്പോഴത്തേക്ക് ഇവർ മൈനോറിറ്റീസ്, ഇപ്പോൾ അലവൈറ്റ്സ് എന്നുള്ളത് ഏറ്റവും വലിയ മൈനോറിറ്റിയാണ് ആ ഏരിയയിൽ നമ്പർ വൈസ്. അപ്പോൾ അവരെ പ്രിഫർ ചെയ്തു, അവർക്ക് പൊസിഷൻസ് ഇൻ ഗവൺമെൻറ് കൊടുത്തു, മിലിറ്ററി ഫുള്ള് ഇവരെ ആയി. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കൊളോണിയൽ പീരീഡ് കഴിഞ്ഞപ്പോഴും മിലിറ്ററിയിൽ വന്നത് ഓൾമോസ്റ്റ് എല്ലാവരും അലവൈറ്റ്സ് ആയിരുന്നു, ആ ഒരു പരമ്പര കാരണം. അപ്പോൾ 1970s ഈ ബഷർ അൽ അസദിൻ്റെ ഫാദറായ ഹാഫിസ് അൽ അസദ്, പുള്ളിക്കാരൻ എന്താ പറയുക, ഈ ഭരണം അട്ടിമറിച്ച് എടുത്തു. അതിനുശേഷം 50 വർഷമായിട്ട് ഇവരാണ് ഭരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവർ ആക്ച്വലി മെയിൻ സ്ട്രീം ഷിയ ഇസ്ലാമുമായിട്ട് ഒത്തുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഭരിക്കുന്ന പോപ്പുലേഷൻ മിക്കതും മുസ്ലിംസ്, അതിൽ തന്നെ സുന്നി മുസ്ലിംസാണ്. അറ്റ്ലീസ്റ്റ് ഷിയ മുസ്ലിംസ് ആണെങ്കിൽ ഇവർക്കൊരു ഒതൻറ്റിസിറ്റി കിട്ടുന്ന രീതിയിൽ ഇവർ കുറേയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ അലവൈറ്റ്സിൽ എല്ലാവരും അതിനോട് യോജിക്കുന്ന ആൾക്കാരും അല്ല, അവർക്ക് അവരുടേതായ മാറി നിൽക്കാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതാണ് ഇവരുടെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. പിന്നെ ഇവരുടെ റിലീജിയസ് ബുക്ക് എന്ന് പറയുന്നത് കിതാബ് അൽ മജ്മുഅ എന്നൊരു ബുക്കാണ്. ചിലർ പറയുന്ന ഇവർ ഖുറാനും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്, പക്ഷേ ഇവരുടെ മെയിൻ ബുക്ക് കിതാബ് അൽ മജ്മുഅ എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ ചില ആൾക്കാർ ഇപ്പോൾ ഇവരെ നുസൈരി എന്ന് വിളിക്കും, പക്ഷേ ഇപ്പോൾ നുസൈരി എന്നൊക്കെ വിളിക്കുന്നത് ഒരു ഡെറഗേറ്ററി, ഇപ്പോൾ ആരും അത് ഒരു ഇൻസൾട്ടായിട്ടാണ് പലരും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ബുക്ക് എന്തായിരുന്നു, കിതാബ് അൽ മജ്മുഅ. പിന്നെ ചിലർ പറയുന്നത് ഖുറാനും ഇവർ എന്തൊക്കെ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നോട്ട് ലൈക്ക് ബാക്കി മുസ്ലിംസിനെ പോലെ അല്ല, വേറെ രീതിയിൽ. അപ്പോൾ ഇതാണ് അലവൈറ്റ്സ്. ഇതിൽ നമുക്ക് പലർക്കും ഇവരെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, നമ്മൾ പലരും ഇതിനെ പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ ഒരു ഏരിയയിൽ, മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനത്തെ കുറേ സ്ട്രേഞ്ച് റിലീജിയൻസ് ആൻഡ് സെക്സ് ഉണ്ട്. അലവൈറ്റ്സ് വേറൊരു ഗ്രൂപ്പാണ്, ഡ്രൂസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. പിന്നെ ഇറാഖിൽ തന്നെ വേറെ, ഇപ്പോൾ നമ്മൾ ഫേമസ് ആയിട്ടുള്ള യസീദീസ്, കഴിഞ്ഞ ഡിക്കേഡിൽ വളരെ ഒപ്രസ്ഡ് ആയിട്ടുള്ള മറ്റേ ഐസിസ് വന്നിട്ട് ഒരുപാട് ഉപദ്രവിച്ച ഒരു ഗ്രൂപ്പാണ് യസീദീസ്. മാസ് റേപ്പ്, സെക്സ് സ്ലേവ്സ് ആയിട്ടൊക്കെ ഉപയോഗിച്ച ഗ്രൂപ്പാണ് യസീദീസ്. പിന്നെ വേറെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പോൾ ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ഈ ഫ്ലോയിങ് വാട്ടറിൽ ബാപ്റ്റൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഇതായിരുന്നു അലവൈറ്റ്സിനെ പറ്റി
ഉള്ള ഒരു പിക്ചർ. ആക്ച്വലി ഈ ഹാഫിസ് അസദ് എന്താ പറയുക, അവിടെ സിറിയയുടെ ഭരണം എടുത്തപ്പോൾ അത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് എല്ലാവർക്കും തോന്നി. ഇൻഫാക്റ്റ് ബ്രിട്ടീഷുകാർക്ക് അവർക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ഒരിക്കലും ഒരു അവിടെ ഇത്രയും ഒപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും പവർലെസ് ആയിട്ടുള്ള മൈനോറിറ്റി, പക്ഷേ അപ്പോഴത്തേക്ക് അവർ പവർഫുള്ളായി. അവർ ബിക്കോസ് ഓഫ് ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് അവർക്ക് എക്കണോമിക്കലി ആൻഡ് എന്താ പറയുക പൊളിറ്റിക്കലി പവർഫുള്ളായി. ഇപ്പോൾ പറയപ്പെടുന്നത് ഈ അടുത്ത കാലം വരെ, ഇനിയിപ്പോൾ അറിയില്ല, ഈ അടുത്ത കാലം വരെ അവരുടെ മിലിറ്ററിയിലും ഗവൺമെൻറ്റിലും മിക്ക ആൾക്കാർ ഇവരായിരുന്നു. ഇൻഫാക്റ്റ് 80% അലവൈറ്റ്സും അവർ ജോലി ചെയ്യുന്നത് ഗവൺമെൻറ്റിന് വേണ്ടിയാണെന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ ഇതാണ് അലവൈറ്റ്സിനെ പറ്റി.